ഏറ്റവും പ്രധാനപ്പെട്ടത് ഇത് തന്നെയാണ്. ഒരു വഖഫ് ഭൂമി അന്വേഷണ ഘട്ടത്തിൽ വഖഫ് ഭൂമി അല്ലാതായി മാറും എന്നുള്ള വഖഫ് ഭേദഗതി നിയമത്തിലെ വ്യവസ്ഥ സുപ്രീം കോടതി സ്റ്റേ ചെയ്തിരിക്കുകയാണ്. അങ്ങനെ ഒരു വ്യവസ്ഥ ഉൾപ്പെടുത്താൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കുന്നു. അതിന്മേൽ അന്വേഷണം നടത്താം, അതിന് തടസ്സമില്ല. അതുമാത്രമല്ല, ആ സമയത്ത് സുപ്രീം കോടതിയുടെ ഈ വിധിയിൽ സുപ്രീം കോടതി നിർദ്ദേശിച്ചതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ഏതെങ്കിലും കോടതികളിൽ ഇതേക്കുറിച്ചുള്ള കേസുകളോ മറ്റോ ഉള്ള സമയത്ത് കൈമാറ്റം ചെയ്യപ്പെടാൻ പാടില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അവിടെ ഹർജിക്കാർ പ്രധാനമായും ഉന്നയിച്ചിരുന്നത് ഈ വ്യവസ്ഥ വരുന്നതോടുകൂടി പല ഭൂമികളും വഖഫ് ഭൂമി അല്ലാതായി മാറും, അതിനുവേണ്ടിയാണ് വഖഫ് ഭേദഗതി നിയമം കൊണ്ടുവന്നിരിക്കുന്നത് എന്ന് പോലും ഹർജിക്കാർ വാദിച്ചിരുന്നു. ചില സുപ്രധാനമായ സ്ഥാപനങ്ങൾ വരെ ഇക്കാര്യത്തിൽ ഇടം പിടിക്കും. അവിടെ ഒരു പരാതി വരും, ആ പരാതിയിൽ അന്വേഷണം തുടങ്ങുന്ന ഘട്ടത്തിൽ തന്നെ ആ ഭൂമിയും ആ സ്ഥാപനവും വഖഫ് ഭൂമി അല്ലാതായി മാറും. ഇത് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു തന്ത്രമാണ് എന്ന രീതിയിലുള്ള വാദമായിരുന്നു സുപ്രീം കോടതിയിൽ ഹർജിക്കാർ ഉന്നയിച്ചത്. അത് സുപ്രീം കോടതി പരിഗണിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒരു അന്വേഷണ ഘട്ടത്തിൽ ഒരു ഭൂമി വഖഫ് ഭൂമി അല്ലാതായി മാറുന്നില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ വഖഫ് ബോർഡിന്റെയും കേന്ദ്രത്തിലുള്ള വഖഫ് കൗൺസിലിന്റെയും ഘടനയെ പറ്റിയുള്ള ഒരു വ്യക്തമായ നിർദ്ദേശവും സുപ്രീം കോടതി നൽകിയിട്ടുണ്ട്. അമുസ്ലിങ്ങളെ നിയമിക്കാം വഖഫ് ബോർഡിലും വഖഫ് കൗൺസിലിലും, അതിൽ സംശയം വേണ്ട. പക്ഷേ അതിലും ഒരു അംഗ പരിധി തന്നെ, ഒരു എത്ര അംഗങ്ങളെ നിയമിക്കാം എന്ന കാര്യത്തിൽ ഒരു പരിധി നിശ്ചയിച്ചിരിക്കുകയാണ് സുപ്രീം കോടതി. കൗൺസിൽ ബോർഡിലാണെങ്കിൽ, സംസ്ഥാനങ്ങളിലെ വഖഫ് ബോർഡിലാണെങ്കിൽ 3 എന്നുള്ളതാണ്, കൗൺസിലിലാണെങ്കിൽ അത് 4 വരെയാകാം. 3 മുതൽ 4 വരെ എന്നതാണ് സുപ്രീം കോടതിയുടെ നിർദ്ദേശം. അതുപോലെ തന്നെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളുടെ കാര്യത്തിലും ഒരു പരിധി വെച്ചിട്ടുണ്ട് സുപ്രീം കോടതി. ഹർജിക്കാരുടെ വിജയം എന്ന രീതിയിലാണ് ഇതിനെയും കണക്കാക്കുന്നത്. ഇപ്പോൾ ശ്രീ മൊയിൻകുട്ടി ചേരുകയാണ്, സമസ്തയുടെ പ്രതിനിധി. ശ്രീ മൊയിൻകുട്ടി, എങ്ങനെ കാണുന്നു ഇന്നത്തെ സുപ്രീം കോടതിയുടെ ഈ സ്റ്റേ ഉത്തരവിനെ? സുപ്രീം കോടതിയുടെ സ്റ്റേ ഉത്തരവ് നമുക്ക് താൽക്കാലികം ആശ്വസിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഉത്തരവ് വന്നിട്ടുള്ളത്. അതിന്റെ വിശദമായ കാര്യങ്ങൾ പരിശോധിച്ചതിന് ശേഷം നമുക്ക് അന്തിമമായി പറയാൻ കഴിയുള്ളൂ. എങ്കിലും നമ്മള് സംസ്ഥാനം പ്രത്യേകമായി കക്ഷി ചേരുകയും അതിനുവേണ്ട വാദങ്ങളൊക്കെ ഉന്നയിക്കുകയും ചെയ്തിട്ടുള്ള ഒരു വഖഫ് സ്ഥാപനങ്ങളുടെ ഗണ്യമായ ഒരു സംഘടന എന്ന നിലക്ക് സമസ്തയുടെ ആവശ്യങ്ങളും അതോടൊപ്പം തന്നെ വഖഫ് വിഷയത്തിൽ കക്ഷി ചേർന്നിട്ടുള്ള മുഴുവൻ സംഘടനകളുടെയും ആശ്വസിക്കാൻ പറ്റുന്ന ഒരു വിധിയാണ് സുപ്രീം കോടതിയിൽ നിന്ന്, ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്ന് വിധിച്ചിട്ടുള്ളത്. അത് സ്വാഗതാർഹമാണ്. ഇനി വിശദമായി പരിശോധിച്ചതിന് ശേഷം ബാക്കി കാര്യങ്ങൾ അനുസരിച്ച് സമസ്ത മുമ്പോട്ട് പോകുന്നതാണ്. ഇതിപ്പോൾ നിങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കിയ ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു അന്വേഷണ ഘട്ടത്തിൽ ഒരു വഖഫ് ഭൂമി അല്ലാതായി മാറും എന്നുള്ളതാണല്ലോ. അതിലാണല്ലോ ഇപ്പോൾ സ്റ്റേ നൽകിയിരിക്കുന്നു. അന്വേഷണം നടക്കുമ്പോഴും വഖഫ് ഭൂമിയായി തന്നെ തുടരുമെന്ന്. ഏറ്റവും മർമ്മപ്രധാനമായ കാര്യം അതായിരുന്നു. ഏതെങ്കിലും ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അത് വഖഫ് ഭൂമി അല്ലാതാവുന്ന ഒരു സാഹചര്യം പുതിയ ആക്ടിൽ ഉണ്ടായിരുന്നു. അതാണ് സുപ്രീം കോടതി എന്ന് അത് ആക്ട് സാധൂകരണമല്ല എന്ന രീതിയിൽ സുപ്രീം കോടതി നിരീക്ഷണം നടത്തുകയും വിധി പറയുകയും ചെയ്തിട്ടുള്ളത്. ആ ഏറ്റവും മർമ്മപ്രധാനമായ കാര്യത്തിലാണ് അനുകൂലമായിട്ടുള്ള ഒരു വിധി ബഹുമാനപ്പെട്ട സുപ്രീം കോടതിയിൽ നിന്നും ഇന്ന് ഉണ്ടായിട്ടുള്ളത്. അതുകൊണ്ട് ആ നിലക്ക് കക്ഷി ചേർന്ന സംഘടനകൾക്കൊക്കെ തന്നെ ആശ്വാസമാണ് ഇന്നത്തെ വിധിയിലൂടെ ഉണ്ടായിട്ടുള്ളത്. അതേസമയം അമുസ്ലിങ്ങൾക്ക് വഖഫ് ബോർഡിലും കൗൺസിലിലും വരാം, അക്കാര്യത്തിൽ സ്റ്റേ ഇല്ല ശ്രീ മോയിൻകുട്ടി. അത് നമുക്ക് സുപ്രീം കോടതിയുടെ വിധി അന്തിമമായിട്ട് പരിശോധിച്ചതിന് ശേഷം നമുക്ക് അതിനെപ്പറ്റി പറയാൻ കഴിയുള്ളൂ. ഇനിയും അവശേഷിക്കുന്ന കാര്യങ്ങൾക്ക് കൂടി ന്യായമായ ഒരു ആവശ്യമാണ് സമസ്ത ഉൾപ്പെടെയുള്ള സംഘടനകൾ സുപ്രീം കോടതിയിൽ പറഞ്ഞിട്ടുള്ളത്. അത് സുപ്രീം കോടതി അത് അനുകൂലമായ സാഹചര്യം വിധിയും ഒക്കെ ഉണ്ടാവും എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. കൂടുതൽ ഇന്നത്തെ വിധിയും അതിന്റെ കാര്യങ്ങളൊക്കെ തീർത്തും കൂടുതൽ പഠിച്ചതിന് ശേഷം തുടർന്നുള്ള കാര്യങ്ങളുമായി നമുക്ക് മുമ്പോട്ട് പോകാം എന്ന് തന്നെയാണ് സമസ്തയുടെ താല്പര്യം. ശരി, നന്ദി ശ്രീ മോയിൻകുട്ടി പ്രതികരിച്ചതിന്. സമസ്തയുടെ പ്രതികരണമാണ് കേട്ടത്. വിധി ആശ്വാസകരം എന്ന് തന്നെയാണ് സമസ്തയുടെ നിലപാട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വഖഫ് ഭൂമി അന്വേഷണ ഘട്ടത്തിൽ വഖഫ് ഭൂമി അല്ലാതായി മാറും എന്നുള്ള വ്യവസ്ഥയ്ക്ക് സുപ്രീം കോടതി സ്റ്റേ നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. അതേസമയം വഖഫ് രജിസ്ട്രേഷന്റെ കാര്യത്തിൽ നിയമ ഭേദഗതിയിൽ ഇടപെടാൻ സുപ്രീം കോടതി തയ്യാറായിട്ടില്ല. രജിസ്ട്രേഷൻ നിർബന്ധമാണ്, ഇക്കാര്യത്തിൽ മാറ്റം ഉണ്ടായിട്ടില്ല. അത് പക്ഷേ വഖഫ് ഭൂമി ആരൊക്കെ വഖഫ് ഭൂമിയായിട്ട് ഭൂമി നൽകാം എന്ന കാര്യത്തിൽ സുപ്രീം കോടതിയിൽ നിർദ്ദേശം വന്നിട്ടുണ്ട്. 5 വർഷമെങ്കിലും ഇസ്ലാം മതം വിശ്വാസിയായിരിക്കണം എന്നുള്ള ഒരു ഭേദഗതി വന്നിരുന്നു. പക്ഷേ അത് ആവശ്യമില്ല എന്ന് സുപ്രീം കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ആ വ്യവസ്ഥയിലും സ്റ്റേ നൽകിയിട്ടുണ്ട്. അതേസമയം അമുസ്ലിങ്ങൾക്കും വഖഫ് ബോർഡിലും വഖഫ് കൗൺസിലും വരാം, അക്കാര്യത്തിൽ ഒരു സ്റ്റേ നൽകിയിട്ടില്ല സുപ്രീം കോടതി. പക്ഷേ അതിൽ ചില പരിധി നിശ്ചയിച്ചിട്ടുണ്ട് സുപ്രീം കോടതി. അതേപോലെ തന്നെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിട്ട്
വരുന്ന അംഗങ്ങളുടെ കാര്യത്തിലും ചില പരിധി വെച്ചിട്ടുണ്ട് സുപ്രീം കോടതി. ഇതിൽ തന്നെ കേന്ദ്രമന്ത്രി, കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രി വഖഫ് കൗൺസിലിൽ ചെയർമാനാണ്. പക്ഷേ അങ്ങനെ ഒരാൾ ഉള്ളപ്പോൾ അത് ഇസ്ലാം മതത്തിൽ നിന്ന് ഉള്ളയാളല്ല എന്നിരിക്കെ മറ്റംഗങ്ങളെ വെക്കുന്ന സമയത്ത് അവിടെ മുസ്ലിങ്ങളായവർക്ക് പരമാവധി പ്രാതിനിധ്യം നൽകണം എന്ന കാര്യം സുപ്രീം കോടതി വിധിയിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അതിൽ ആ ഒരു വ്യവസ്ഥയിൽ സ്റ്റേ നൽകിയിട്ടില്ല. ഇത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആവശ്യമായിരുന്നു ഹർജിക്കാരുടെ അമുസ്ലിങ്ങളായ ആളുകളെ വഖഫ് ബോർഡിലും കൗൺസിലിലും ഉൾപ്പെടുത്തരുത് എന്ന്. പക്ഷേ ആ വ്യവസ്ഥയിൽ സുപ്രീം കോടതി സ്റ്റേ നൽകിയിട്ടില്ല. പക്ഷേ അതിനകത്തൊരു പരിധി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ശ്രീ ആർ വി ബാബു ചേരുകയാണ്, ഹിന്ദു ഐക്യവേദി സംസ്ഥാന പ്രസിഡന്റ്. ശ്രീ ആർ വി ബാബു, എങ്ങനെ കാണുന്നു? സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുകയാണ് വഖഫ് ഭേദഗതി നിയമത്തിൽ. അതിൽ ചിലയിടങ്ങളിൽ ഭരണഘടനയ്ക്ക് വിരുദ്ധമായ കാര്യങ്ങൾ ഉണ്ട് എന്നുള്ളതാണ്. അതുകൊണ്ടാണല്ലോ ഭാഗികമായ ഒരു സ്റ്റേ നൽകിയിരിക്കുന്നത്. അല്ല, സുപ്രീം കോടതിയിൽ ഈ കേസ് വന്നു. ആ കേസിനെ സംബന്ധിച്ചിടത്തോളം പരിപൂർണമായിട്ടും വഖഫ് നിയമങ്ങൾ നടപ്പാക്കുന്നതിന് സ്റ്റേ ആവശ്യപ്പെട്ടുകൊണ്ടാണ് അവർ പോയത്. അത് റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ്. ഈ വഖഫ് നിയമം മുഴുവൻ ഭരണഘടനാ വിരുദ്ധമാണ്, അത് മതസ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയറ്റമാണ് എന്നായിരുന്നു പറഞ്ഞത്. അപ്പോ ഇപ്പോൾ ഭാഗികമായ ഒരു സ്റ്റേ എന്ന് പറയുമ്പോൾ ഏതെങ്കിലും കാര്യത്തിൽ ക്ലാരിറ്റി വരുത്തിയാൽ ആ പ്രശ്നം പരിഹരിക്കപ്പെടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. സുപ്രീം കോടതിയെ കേന്ദ്ര സർക്കാർ ഈ വിഷയത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ ക്ലാരിറ്റി വരുത്താനുണ്ടെങ്കിൽ അവരെ സുപ്രീം കോടതിയെ ബോധ്യപ്പെടുത്തുന്ന സാഹചര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാര്യങ്ങൾ ചെയ്തുകൊണ്ട് അതിന് റെക്ടിഫിക്കേഷൻ കിട്ടുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പക്ഷേ നമ്മളിവിടെ കേരളത്തിൽ കണ്ടതെന്തായിരുന്നു, ഇന്ത്യയിൽ കണ്ടതെന്തായിരുന്നു? വഖഫ് നിയമം അപ്പാടെ ഭരണഘടനാ വിരുദ്ധമാണ്, അതൊരു കാരണവശാലും നടപ്പാക്കാൻ പാടില്ല, അത് മുസ്ലിം സമൂഹത്തിന് മൊത്തത്തിൽ എതിരാണ്. ഇതായിരുന്നല്ലോ പറഞ്ഞു വന്നത്. അത് സുപ്രീം കോടതി അംഗീകരിച്ചില്ല എന്നല്ലേ ഇതിൽ മനസ്സിലാക്കേണ്ടത്. നിയമത്തിൽ എന്തെങ്കിലും ചെറിയ അപാകതകളുണ്ട്, അത് ഭാഗികമായിട്ട് നടപ്പാക്കുന്നത് തെറ്റാണ് എന്ന് സുപ്രീം കോടതി കണ്ടിട്ടുണ്ടെങ്കിൽ, ഭാഗികമായി സ്റ്റേ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കപ്പെടണം. അതങ്ങനെ എന്തെങ്കിലും തരത്തിൽ തെറ്റുണ്ടെങ്കിൽ അത് തിരുത്തപ്പെടണം. അതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. പക്ഷേ തത്വത്തിൽ ഈ നിയമ ഭേദഗതിയെ സുപ്രീം കോടതി അംഗീകരിച്ചിരിക്കുന്നു എന്നാണ് ഇതിൽ മനസ്സിലാക്കേണ്ടത്. ഇതുവരെ നടത്തിയ പ്രചരണം മുഴുവൻ കള്ളപ്രചരണമായിരുന്നു, കുപ്രചരണമായിരുന്നു. ഒരു സമൂഹത്തെ വർഗീയമായി ചിന്തിപ്പിക്കാനും പ്രവർത്തിപ്പിക്കാനും പ്രേരിപ്പിക്കുന്നതായിട്ട് ഇവിടുത്തെ പ്രത്യേകിച്ച് കേരളത്തിലെ കോൺഗ്രസ്, കമ്മ്യൂണിസ്റ്റ് കക്ഷികൾ നേതൃത്വം കൊടുത്തു എന്നാണ് ഇതിന് മനസ്സിലാക്കേണ്ടത്. പക്ഷേ ഇതിനകത്ത് ഒരു പ്രധാനപ്പെട്ട വ്യവസ്ഥയുണ്ടായിരുന്നു. അതായത് ഒരു അന്വേഷണ ഘട്ടത്തിൽ ഒരു വഖഫ് ഭൂമി അല്ലാതായി മാറും. പിന്നെ ആ അന്വേഷണ ഉദ്യോഗസ്ഥൻ ആ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യുന്ന മുറയ്ക്ക് മാത്രമേ അത് വഖഫ് ഭൂമിയാണോ അല്ലയോ എന്ന് പ്രഖ്യാപിക്കാൻ കഴിയുകയുള്ളൂ. പക്ഷേ അങ്ങനെ ഒരു നോട്ടിഫിക്കേഷൻ ഇടയ്ക്ക് ആവശ്യമില്ല എന്ന് സുപ്രീം കോടതി കണ്ടെത്തിയിരിക്കുകയാണ്. ഇതാണല്ലോ ഒരു വിവാദമായിട്ട് തന്നെ കണക്കാക്കിയിരുന്നത്. അതായത് ഏത് ഭൂമിയിലും തർക്കം ഉന്നയിച്ചുകൊണ്ട് അത് ഗവൺമെൻറ് ഭൂമിയാണെന്ന് പറഞ്ഞുകൊണ്ട് വഖഫ് ഭൂമിയായി ട്രീറ്റ് ചെയ്തിരുന്ന സ്ഥലത്ത് അത് വഖഫ് ഭൂമി അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തർക്കം വരുന്നു, അവിടെ വഖഫ് ഭൂമി അല്ല എന്ന് നോട്ടിഫൈ ചെയ്യുന്നു, പിന്നെ അന്വേഷണം നടക്കുന്നു. അപ്പോൾ ഇത് പക്ഷേ അനുവദിക്കാനാവില്ല എന്ന് സുപ്രീം കോടതി പറഞ്ഞിരിക്കുകയാണ്. ഇതാണല്ലോ ഹർജിക്കാർ പ്രധാനമായും ആവശ്യപ്പെട്ടിരുന്നത്. അപ്പോൾ അത് ഹർജിക്കാരുടെ ഒരു വിജയം തന്നെയല്ലേ? അടിസ്ഥാനപരമായി നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ വിഷയത്തിൽ ട്രൈബ്യൂണലാണ് ഇതിന്റെ ഫൈനൽ ജഡ്ജ്മെന്റിന്റെ അതോറിറ്റി.